BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalil Silks, the favorite silks. IDCB, let your deposits grow safe. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമ്പുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. Oxygen, the digital shop, തൊടുപുഴ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ, കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 9447222792 9895423129 04862224248. ഗ്ലോബൽ സർക്കസ്, തൊടുപുഴ, ബംഗളൂർ ഷാപ്പുംപടിക്ക് സമീപം. ഏവർക്കും സ്വാഗതം. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം തൊടുപുഴയിൽ നടന്ന വിളംബര ജാഥ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വാഹനത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡ്രൈവർമാർക്കായി ഏകദിന ശില്പശാല നടന്നു. കറുവപ്പട്ടയുടെ വ്യാജൻ കാസിയ വിപണിയിൽ സുലഭമാണെങ്കിലും അധികൃതർ മൗനം പാലിക്കുന്നു. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കത്തിയമരുന്ന കനൽ കട്ടകളിൽ കൂടി വ്രതശുദ്ധിയോടെ കാവടിയാടിയെത്തിയ ഭക്തന്മാർ ഉന്മാദ നൃത്തം ചവിട്ടി. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം തൊടുപുഴയിൽ വിളംബര ജാഥ നടത്തി. മങ്ങാട്ടുകവലയിൽ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതപ്പെടും. ആവേശകരമായ സുഹൃത്തിന് ഉജ്ജ്വലമായ പിന്തുണ. നമ്മുടെ ജില്ലയിലെ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികളെല്ലാം പ്രവർത്തനങ്ങളും അതിന്റെ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെയും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുള്ള നേതാക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ ജാഥ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ അപേക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മനസ്സുകളെയും തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി തൊടുപുഴ മേഖലയിലെ 15 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും നൂറുകണക്കിന് ജനാധിപത്യ വിശ്വാസികൾ അണിചേരുന്ന വിളംബര ജാഥകൾ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലേക്ക് എത്തിച്ചേരുകയാണ്. ജനുവരി 2-ാം തീയതി കാസർഗോഡ് നിന്നും തയ്യാറാണ് കേരള VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയ്ക്ക് 26-ന് തൊടുപുഴയിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് അറിയിച്ചു. ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയ്ക്ക് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 15 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വളരെ ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്.
അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വൈകിട്ട് 5:30 മണിയോടുകൂടി ഈ പട്ടണത്തിൻ്റെ 15 കേന്ദ്രങ്ങളിൽ നിന്നുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ജാഥകൾ മുനിസിപ്പൽ മൈതാനത്ത് എത്തിച്ചേരും. മുനിസിപ്പൽ മൈതാനത്ത് ഈ ജാഥ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ KPCCയുടെ സീനിയർ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ KPCCയുടെ പ്രസിഡന്റും എത്തിച്ചേരും. അദ്ദേഹത്തെ വളരെ ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്വീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. കറുവപ്പട്ടയുടെ വ്യാജൻ കാസിയ വിപണിയിൽ സുലഭമാണെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് കറുവപ്പട്ട കർഷകൻ ലിയനാർഡോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കറുവപ്പട്ടയ്ക്ക് കാസിയ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ഇന്ന് സുലഭമായി തുടങ്ങിയത് 2000-ലാണ്. 2000-ൽ തുടങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുവാപ്പട്ടയ്ക്കും കാസിയയ്ക്ക് 2000 വരെ ഈക്വൽ റേറ്റ് ആയിരുന്നു വേൾഡ് മാർക്കറ്റിൽ 100 രൂപ കിലോയ്ക്ക്. അന്ന് കറുവാപ്പട്ടയുടെ ഉൽപ്പാദന ചിലവ് കുറവായതുകൊണ്ട് 100 രൂപ കൃഷിക്കാരന് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഈ കറുവാപ്പട്ട ഏറ്റവും കൂടുതൽ ഒറിജിനൽ ഉള്ളത് സിലോണിനാണ്. അതുകൊണ്ടാണ് ഈ സിലോൺ പട്ട നമ്മുടെ കറുവാപ്പട്ട അറിയപ്പെടുന്നത്. ചീരയിൽ നിന്നാണ് ഈ കാസിയ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നത്. രണ്ടും ഒരേ ഫാമിലിയിൽപ്പെട്ടതാണ്. ഏറ്റവും അവസാനത്തെ ലെറ്ററിനകത്ത് സ്പൈസ് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ബൊട്ടാനിക്കൽ നെയിം ഓഫ് കാസിയ ഇസ് സിനമോണിയ കാസിയ ബ്ലൂം ആൻഡ് സിനമോണിയ സൈലേസിയം ബ്രൈൻ. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാസിയ കറുവാപ്പട്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. അത് കിഡ്നി ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. അത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് സ്പൈസ് ബോർഡ് DGFTക്ക് ലെറ്റർ വിട്ടു. ആ ലെറ്റർ 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ അവിടെ കിട്ടിയില്ല. കൊച്ചി ബ്രാഞ്ച് CBI പിന്നെയാണ് ആ ലെറ്റർ അവിടെ കിട്ടിയത്. ഈ ലെറ്ററിൻ്റെ ബേസ് ചെയ്തിട്ട് ഇന്ന് വരെ DGFT ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആക്ഷൻ എടുത്തിട്ടില്ല ഇത് ബോട്ട് നിർത്താനായിട്ട്. കേരള സംസ്ഥാന സർക്കാരിന്റെ സാക്ഷരതാ മിഷൻ അതോറിറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 10ാം തരം തുല്യതാ കോഴ്സിന്റെ പ്രവേശനോത്സവം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ SG ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. PN നാസർ, NK ബിജു വർഗീസ്, KB നിസാർ, CD റേച്ചൽ, N സുധീഷ്, ഷറഫുദ്ദീൻ മൗലവി ഇമാം, ഈസ്റ്റ് കാരിക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. എൻ്റെ അടുത്ത് വന്ന് ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പൂർണ്ണമായി പറയുന്നത് പോയില്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുള്ളിനെ ബഹുമാനിക്കണം. നിങ്ങളെല്ലാം ചേട്ടന്മാരെന്ന് പുള്ളിയെ പേടിപ്പിച്ചിരിക്കുന്നില്ലല്ലോ. പിന്നെ ഈ കൂടുതൽ പ്രസംഗത്തിൽ ഇല്ല. നമ്മുടെ ഈ പുതിയ 10ാമത്തെ ബാച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തി. നേതാക്കളായ TR സോമൻ, VV മത്തായി, KM ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിൽ ഒരു 2 പതിറ്റാണ്ടിനിടയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുമ്പായി ഒട്ടേറെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ഇടതുപക്ഷ പാർട്ടികളുമുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയിലെ വിവിധ കക്ഷികളും നടത്താറുണ്ട്. ജാഥ അല്ലെ മുമ്പാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണ്? തന്നെ സംസ്ഥാന അടിസ്ഥാനത്തുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ സുധീരന്റെ ജാഥ എറണാകുളം ജില്ലയിലുണ്ടല്ലോ. നാളെ ഇവിടെ കാര്യം പോലും ആരും അന്വേഷിക്കുന്നു പോലും. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വാഹനത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC, പ്രൈവറ്റ് ബസ്, ഓട്ടോ, സ്കൂൾ ബസ്, ട്രിപ്പ് വാഹനങ്ങൾ എന്നീ ഡ്രൈവർമാർക്കായി ഏകദിന ശില്പശാല തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ CI ജിൽസൺ മാത്യു, SI വിനോദ് കുമാർ, ജനമൈത്രി CRO S രാജൻ എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് S ആൽബർട്ട്, റിട്ടയർഡ് RTO CS ഡേവിഡ് എന്നിവർ ക്ലാസ് എടുത്തു. അപരിഷ്കൃത സമൂഹവും നിയമം എന്ന് പറയുന്നത് അനുസരിക്കുന്നത് പരിഷ്കൃത സമൂഹമാണ്. ഒരു സമൂഹത്തിന് അനുഷ്ഠിക്കേണ്ട നല്ല ജീവിതചര്യകൾ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകയാണ് നിയമം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്ത് പലകയാണ്? എന്നോട്ട് ചൂണ്ടുപലകയല്ല കേട്ടോ, നിയമം ചൂണ്ടുപലകയാണ്, ഗൈഡ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നതിന് ഉതകുന്ന ചട്ടങ്ങളെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെ നമ്മൾക്ക് എന്തോന്ന് വിളിക്കാം?
നിയമം. അപ്പൊ മാന്യന്മാരെന്ന് പറയുന്നത് ഏത് സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്? പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നിയമം അനുസരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആവോലി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പ്രശസ്ത ഗായിക പ്രമീള സുരേഷിന്റെ സംഗീത കച്ചേരി ശ്രദ്ധേയമായി. അറക്കുളം ശ്രീധർമ്മ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമായ അറക്കുളം ശ്രീധർമ്മ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പൂർവാചാര പ്രകാരം ശബരിമലയിൽ നിന്നു നൽകിയ കൊടിക്കൂറയും മണിയും കൊടിപ്പണവും ഉപയോഗിച്ചാണ് തിരുവുത്സവം നടത്തുന്നത്. ആചാരപ്രകാരം കുടയത്തൂർ മണിമല കുടുംബത്തിലെ കാരണവന്മാർ കൊടി ഉയർത്തിയതോടെ 7 ദിവസത്തെ തിരുവുത്സവം ആരംഭിച്ചു. ഗജരാജൻ മുണ്ടക്കൽ ശിവാനന്ദൻ ഭഗവാന്റെ തിടമ്പേറ്റും. പന്തളത്തു രാജാവ് നടക്കിവെച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയായിരിക്കും ഉത്സവ ദിനങ്ങളിൽ അറക്കുളത്തപ്പനെ ഭക്തർ ദർശിക്കുന്നത്. ഫെബ്രുവരി 1 കുരുതിക്കുളം ശ്രീദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ദേശഗുരുതിക്ക് ശേഷം അറക്കുളം ക്ഷേത്രത്തിൽ പുലർച്ചയ്ക്ക് 2 മണിക്ക് നടത്തുന്ന പുറക്കളത്തിൽ ഗുരുതിയുടെ ഉത്സവത്തിന് സമാപനമാകും. കാളിയാർ സെന്റ് റീതാസ് പള്ളിയുടെ 75ാം വാർഷികം ആഘോഷിച്ചു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിനെ ആഘോഷഭരിതമാക്കാം. ജൂബിലി ആഘോഷിക്കുമ്പോൾ വളരെ നല്ല കാര്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യത്തിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാലമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവസാന വിധിയിലെ അവസരത്തിൽ വലത്തുവശത്തുള്ളവരോട് പറയുന്ന കാര്യമുണ്ട്. എനിക്ക് വിശന്നു, ഭക്ഷണം തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു. പരദേശിയായിരുന്നു, വന്ന് കണ്ടു. കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചു. നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഈ എളിയവനിൽ ഒരുവന് ഇത് ചെയ്തപ്പോൾ എനിക്കാണ് അത് ചെയ്തത്. ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ പൗലോസ് കാളിയാർ പള്ളിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസ്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം സത്യദാസ് ജോസഫ്, സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോൺ മുരിങ്ങമറ്റം, ഇമാം അബ്ദുൾ റഹീം അൽ ഖാസിമി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വികാരി ഫാദർ മാത്യു കോണിക്കൽ സ്വാഗതവും കൈക്കാരൻ അനീഷ് കിഴക്കേൽ നന്ദിയും പറഞ്ഞു. അറക്കുളം ശ്രീധർമ്മ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കാരിക്കോട് ദേവീക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീനി പീതാംബരൻ, TB അജീഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA വേലിക്കുട്ടൻ, സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TK ശങ്കരൻ, ജോയിന്റ് സെക്രട്ടറി VR സുരേഷ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ആവോലി
മണ്ണാർക്കാട്ടെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന അഗ്നികാവടി വിസ്മയമായി. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കത്തിയമരുന്ന കനൽ കട്ടകളിൽ കൂടി വ്രതശുദ്ധിയോടെ കാവടിയാടിയെത്തിയ ഭക്തന്മാർ ഉന്മാദ നൃത്തം ചവിട്ടി. ശാസ്താവിങ്കൽ നിന്ന് ആരംഭിച്ച വേൽഘോഷയാത്ര ക്ഷേത്ര നടയിലെത്തിയതോടെ രൗദ്രതാളത്തിനൊത്ത് ചുവടുവച്ചു. നഗ്നപാതരായി നീങ്ങിയ ഭക്തർ കനൽ കുനയിൽ നൃത്തമാടി. ക്ഷേത്രം പ്രസിഡന്റ് CR സിദ്ധാർത്ഥൻ ചാലിൽ, സെക്രട്ടറി സനീഷ് ഗോപാലൻ നടുക്കുടിയിൽ, സജി അമ്പാടി, അനൂപ് ശശി ആലേക്കുടിയിൽ, സലു ചാലിൽ, TR രഘു ചാലിൽ എന്നിവർ മഹോത്സവത്തിന് നേതൃത്വം നൽകി. തൊടുപുഴ ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൽ വാഹന ബാഹുല്യവും അന്തരീക്ഷ മലിനീകരണവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് RTO CS ഡേവിഡ് സെമിനാർ നടത്തി. ഉപാസന ഡയറക്ടർ ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് നന്ദിയും പറഞ്ഞു. പെട്രോളിൽ നിന്നും കൂടുതൽ ലഡ് ഭയങ്കര യൂസ് ചെയ്യണം. അത് നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഉള്ളിൽ പോയി ശ്വാസകോശത്തിലൊക്കെ കിടക്കും. ചെറിയ മൈന്യൂട്ട് പാർട്ടികളായിട്ടാണ് ഈ എയർ ഉള്ളിലോട്ട് വരുന്നത്. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിൽ പോകും. ആ ചെറിയ പാർട്ടികൾ നമ്മുടെ ഉള്ളിൽ തന്നെ സെഡിമെന്റായിട്ട് ശ്വാസകോശം. അത് ക്യാൻസർ വരുന്നതാണ്. ലഡിന്റെ ഒട്ടും ഇല്ലാതെ അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. തിരുവുത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന പൊങ്കാലയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുമിത് ചേർത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 6ാം ഉത്സവ ദിനമായ 27-ന് ബുധനാഴ്ച വൈകിട്ട് ചാലയ്ക്കുമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കും. 28-ന് വൈകിട്ട് ആറാട്ടോടുകൂടി തിരുവുത്സവത്തിന് സമാപനമാകും. ദർശന പ്രാധാന്യം അറിയിക്കുന്ന ഈ ആയില്യം പൂജയിൽ പങ്കെടുത്താൽ അവരവരുടെ നാമനക്ഷത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ആയില്യം പൂജ ക്ഷേത്രത്തിൽ ഭക്താർത്ഥങ്ങൾക്ക് വൈഷ്ണവ് പ്രദേശ് മണ്ണപ്പുറമാണ്. ആരാസമാരം ഒരു ടീപോയാണ്. തടിയിൽ ആൻഡ് മീറ്റ് സെന്റർ കോടികളുമാണ്. ശക്തിയായ മഹാദേവി അമ്മയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ച ഈ പൊങ്കാല നീതിയോടുകൂടി തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ മുണ്ടമറ്റം പമ്പിന് സമീപം അമിത വേഗത്തിൽ വന്ന കാർ മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ അപകടസ്ഥലം സന്ദർശിച്ചു. പോലീസ് കേസെടുത്തു. KSU തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റായി ജിജു കുമ്മിണിയെ സംസ്ഥാന പ്രസിഡന്റ് VS ജോയി നോമിനേറ്റ് ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുന്നത നേതാവ് AC ജോസിന്റെ വേർപാടിൽ കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം അനുശോചനം രേഖപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് ജോയി വാദ്യാമ്പിള്ളിൽ അധ്യക്ഷനായിരുന്നു. DCC ഭാരവാഹികളായ TJ പീറ്റർ, ലീലാമ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ചരമവാർത്തകൾ. തൊടുപുഴ വിക്ടറി ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് ആശാൻ വെങ്ങല്ലൂർ ഈട്ടിക്കുന്നൽ ശിവരാമൻ 53 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ പുഷ്പമ്മ ഇടപ്പാട്ട് പീടിക അംഗൻവാടി അധ്യാപികയാണ്. മക്കൾ അനുരാജ്, അർജുൻ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2475 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം.
റബ്ബർ RSS 4 കിലോഗ്രാമിന് 96 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 91 രൂപ 50 പൈസ. ഇന്നത്തെ താപനില: കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം തൊടുപുഴയിൽ നടന്ന വിളംബര ജാഥ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വാഹനത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡ്രൈവർമാർക്കായി ഏകദിന ശില്പശാല നടന്നു. കറുവപ്പട്ടയുടെ വ്യാജൻ കാസിയ വിപണിയിൽ സുലഭമാണെങ്കിലും അധികൃതർ മൗനം പാലിക്കുന്നു. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കത്തിയമരുന്ന കനൽ കട്ടകളിൽ കൂടി വ്രതശുദ്ധിയോടെ കാവടിയാടിയെത്തിയ ഭക്തന്മാർ ഉന്മാദ നൃത്തം ചവിട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.